കൊഞ്ചുവല കല്ലുറാള് പിടിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വള്ളമാണ്. അപ്പോൾ ഇവർ ഇന്ന് വലയിട്ടാൽ നാളെ രാവിലെയാണ് ഈ വല എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തീരക്കടലിലുള്ള കല്ലുകളിലാണ് ഇവർ ഈ വല ഇടുന്നത്. അപ്പോൾ ഈ വല ആ കല്ലുകളിൽ പ്രത്യേക സ്ഥലമുണ്ട്. ഇത് എന്ത് പണിക്കാണ് ഇവർ പോകുന്നത്? വഞ്ചിയിൽ പിടിക്കാനായിട്ട് പോകും. പിടിക്കാൻ പോവുക എന്ന് വെച്ചാൽ അത് എങ്ങനെയാ? ഇന്നലെ പായിച്ചിട്ട് ഇന്ന് പിടിക്കുന്നു. എവിടെയാ അത് വായിക്കുന്നത്? അടുത്ത സ്ഥലത്ത് തന്നെ കാണാമോ ഇവിടെ? കാണാം. എന്നിട്ട് ഇന്നലെ പിടിച്ചിട്ട് വന്ന് തിരിച്ചിട്ട് പിന്നെ കൊണ്ടുപോയി പായിക്കും. അത് തന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ ഇത് ഈ സീസണാ അല്ലേ? സീസൺ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഈ സീസൺ? എങ്ങനെയാ ഈ കൊഞ്ചുവലയുടെ പണി? 2 ദിവസം കൊഞ്ചുണ്ടായിരുന്നു. 10-15-20 കിലോ കിട്ടുന്നുണ്ട്. ഇനിയിപ്പം കുറവായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ ഒരു ദിവസം അത് നമ്മുടെ ക്ലൈമറ്റുമായിട്ട് നമ്മുടെ പിന്നെ വാവ് അല്ലെങ്കിൽ അഷ്ടമി അങ്ങനെ അതുമായിട്ട് ബന്ധമുണ്ടോ? അതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇല്ല. എങ്ങനെയാ ഇത് ഈ സമയത്ത് കിട്ടുന്ന ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറവള്ളം, കടലിലെ കറവള്ളം എന്ന് പറഞ്ഞ ഒരു വെള്ളമുണ്ട്. അത് വരുമ്പം ഈ മീനും കുഞ്ചും എല്ലാം ഇങ്ങനെ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ വരും. അങ്ങനെ കിട്ടും. അത് കല്ലിൽ വന്നിരിക്കും. കൊഞ്ച് കല്ലിൽ വന്നിരിക്കും. മീൻ വന്ന് ഒഴുകി പോവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പിടിക്കും. ഈ പിന്നെ കല്ലുറാളെന്ന് പറയുന്നതാണോ അതോ ലോബ്സ്റ്ററാണോ? ഇത് എന്ത് സാധനം? ഇത് റാളെന്നാണ് പറയുന്നത് നമ്മുടെ ഇവിടെ. ഇതിനെന്ത് വിലയുണ്ട്? ഇതിപ്പോൾ 1700 രൂപ ഉണ്ട് വില. കിലോ? ഒരു കിലോ. നമ്മൾ ഉപയോഗിക്കാറുണ്ടോ ഇത്? നമ്മൾ ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ടാണ്? അത് വിലയുള്ളതിൻ്റെ ഇതിൽ നമ്മൾ ഉപയോഗിക്കത്തില്ല. പിന്നെ എങ്ങോട്ടാ? അമേരിക്ക, പിന്നെ ജപ്പാൻ, പിന്നെ ചൈന, ഇവിടെയൊക്കെ ആക്കുന്നത്. അപ്പോൾ ഇത് എത്ര നാളായിട്ട് ചേട്ടൻ ഇത് ചെയ്യുന്നു ഈ ജോലി? 10-30 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ വിദേശത്ത് പോയിരുന്നല്ലോ? വിദേശത്ത് പോയെങ്കിലും തിരിച്ചു വന്ന് ഈ പരമ്പരാഗത മേഖലയിൽ തന്നെ ബിസിനസ് മത്സ്യബന്ധനം നടത്തുകയും ഉപജീവനം നടത്തുകയും ചെയ്യുന്നതാണ്. ഇവർ പരമ്പരാഗതമായി അച്ഛനും അപ്പൂപ്പന്മാരും എല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ അവർ ഈ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ അറിയപ്പെടുന്നൊരു മത്സ്യ തൊഴിലാളിയായിരുന്നു. അദ്ദേഹം കടലിൽ തന്നെ മരണപ്പെട്ടു അല്ലേ? അതെ. എങ്ങനെയായിരുന്നു അത്? ബോട്ടിൽ പോയപ്പം ബോട്ട് മറിഞ്ഞ് മരിച്ചതാണ്. അപ്പോൾ ഇവിടെ കടൽ അപകടങ്ങളുണ്ടാവും ഈ കടപ്പുറത്ത്? അപകടം ഉണ്ടാവും. എനിക്ക് അപകടം പറ്റിയതാ. മുട്ടുപൊട്ടി, ചിരട്ട പൊട്ടി. എൻ്റെ കാല് ചിരട്ട പൊട്ടിപ്പോ. കടൽ അപകടം അല്ലേ? ഓപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ പലർക്കും കടലിൽ അപകടം ഉണ്ടായിട്ടുണ്ടല്ലോ? അനിയൻ മരിച്ചു പോയി. എങ്ങനെയായിരുന്നു അത്? അത് വള്ളത്തിൽ പോയി മരിച്ചത്. എവിടെയാ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ കടപ്പുറം. പക്ഷേ ഇത് വളരെ ശാന്തമായിട്ടുള്ള കടലാണല്ലോ കണ്ടിട്ട്. ഈ കടലുള്ളത് ചില ദിവസങ്ങളിലല്ലേ? മൺസൂണിലാണോ? അതെ അതെ. അല്ലാത്ത മാസങ്ങളിൽ കടലില്ല. ഇപ്പൊ നിങ്ങൾ കടലിൽ പോകാറില്ലേ? ഇല്ല, ഞാൻ ഇപ്പോൾ പോകത്തില്ല. പിന്നെന്താ ചെയ്ത് സഹായിക്കും? എങ്ങനെ ഉപജീവനത്തിനുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? തരും. പേരെന്താ? എൻ്റെ പേര് ഫ്രാൻസിസ്. ഓക്കെ.